ഹലോ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഫ്ലവർ സ്റ്റിങ് മേക്കിങ്ങിൻ്റെ. അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി റെസ്പോൺസ് ഉണ്ടായി, കുറേ പേര് ലൈക്ക് ചെയ്തു, കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, ഒത്തിരി കമൻസ് വന്നു. ഒരുപാട് 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 നന്ദിയുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും, കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം അതിൽ നിന്ന് ഒരാൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തായിരുന്നു, ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തായിരുന്നു കേട്ടോ. എൻ്റെ പേര് ചിത്തിര എന്നെന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഞാൻ എവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത്, എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാത്തിനും കൂടിയിട്ട് ഒരു റിപ്ലൈ എന്ന പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത്, ഞാൻ എവിടെ നിന്ന് എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചീവീടുണ്ടോ എന്ന് കേട്ടോ. ഇവിടെ നല്ല പോലെ ചീവീടുണ്ട്. കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഞാൻ ഹെഡ്സെറ്റ് വെച്ച് നോക്കിയിട്ടും അതിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം സൗണ്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞേക്കുക, അതിനോട് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ. അപ്പം ഞാൻ ആദ്യം മോട്ടി എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്നായിരുന്നു ഈ കോമറിങ് ഷീറ്റ് എടുത്തത്. അവിടെ അത് അടൂരുള്ള മോട്ടി എന്ന് പറയുന്ന ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നൊരു ഷോപ്പാണ്. ഒക്കെ ഗൂഗിളിൽ നോക്കിയാൽ കാണാം, ഇൻസ്റ്റയിൽ അവരുടെ പേജുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അവർക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും, ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റും, അവർക്ക് വെബ്സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ എടുത്തപ്പോൾ ഒരു ഷീറ്റിന് 240 രൂപയായിരുന്നു കോമറിങ് ഷീറ്റിന്. ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ അവർക്ക് പ്രീ ബുക്കിംഗ് വന്നു, 1 വീക്ക് ടൈം വേണമായിരുന്നു. അതുകൊണ്ട് എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ എറണാകുളം പോയിട്ട് ബ്രോഡ്വേ എന്നാണ് സാധനം എടുത്തത്. അപ്പോൾ ഷീറ്റ് വരുന്നത് ഇതാണ്, കവർ ഞാൻ കാണിക്കാം. ഡെന ഫോമറിങ് എന്ന് പറയുന്ന ഈ ഷീറ്റ് തന്നെ ഞാൻ ആദ്യം മുതൽ യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ ChatGPT ചോദിച്ചപ്പോൾ എറണാകുളത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്, കുറേ ഷോപ്പിൻ്റെ പേര് വന്നു. അങ്ങനെ ഞാൻ പോയതാണ്. ബ്രോഡ്വേയിൽ കൂടി കുറേ നടന്നു, അവിടെ കുറേ ഷോപ്പുണ്ട്, എല്ലായിടത്തും ഒന്നും ഷീറ്റില്ല. പിന്നെ സ്റ്റാർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും. ഇപ്പോൾ ഇതുണ്ടാക്കാനാണെങ്കിൽ, ഈ മുല്ലപ്പൂവിൻ്റെ ഇതുണ്ടാക്കാനാണെങ്കിൽ അതിലേക്ക് വേണ്ട സകല സാധനങ്ങളും അവിടെയുണ്ട്, ക്രാഫ്റ്റ് സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ അവർ ഹോൾസെയിലായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ, റീറ്റെയിലായിട്ട് അവർ കൊടുക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അവിടുന്ന് വാങ്ങിച്ചപ്പം 10 ഷീറ്റ് എടുത്തപ്പോൾ ഒരു ഷീറ്റിന് 210 രൂപയ്ക്കാണ് തരാമെന്ന് പറഞ്ഞത്. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ക്യാഷ് ആയിട്ടാണെങ്കിൽ 210 രൂപയ്ക്കും, അല്ലെങ്കിൽ 240, പെർ ഷീറ്റിന് 240 വെച്ചിട്ടേ തരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ലായിരുന്നു. പിന്നെ അവിടുന്ന് ആ ബ്രോഡ്വേ അറിയാമല്ലോ, അവിടുന്ന് നടന്ന് പിന്നെ ATM വരെ പോയി പൈസയൊക്കെ എടുത്തിട്ട് വന്നിട്ട് പേ ചെയ്തിട്ട് പിന്നെ തിരിച്ചിവിടെ വരവ് നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പം എനിക്ക് ഇത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് തീർന്നല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ പോകണം, ഇനി എറണാകുളത്ത് പോയി എടുക്കാമെന്ന് വെച്ചില്ല. അവർ ഓൺലൈനായിട്ട് ചെയ്താൽ അവർ 240 തരത്തുള്ളൂ. ചെല്ലുവാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ അവർ 210 വെച്ചിട്ട് തരും, അതാണ് നമുക്ക് ലാഭം. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒലിവ് ഗ്രീൻ കളർ മാത്രമേ, ഈ ഒറ്റൊരു ഷീറ്റേ ഉള്ളൂ. ഇത് പിന്നെ ഒരുപാടെണ്ണം വേണ്ടല്ലോ, ഈ ഒരു ഷീറ്റേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ തിക്നെസ് വരുന്നത് 0.8 mm ആണ് കേട്ടോ. ഇത് 0.6 mm ഉണ്ട്, അതിൽ താഴെ 0.3 ഒക്കെ ഉണ്ട്. അതൊന്നും എടുത്തു കഴിഞ്ഞത് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഇത് നമ്മൾ തേപ്പൂട്ടിയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊന്തി വരത്തില്ല. ഇതല്ല ഐവറി കളർ, അതിങ്ങനെ അതിൽ ഒട്ടിപ്പിടിച്ചു പോകും. അതുകൊണ്ട് 0.8 mm തന്നെ തിക്നെസ് ഉള്ളത് വാങ്ങണം കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഗ്ലൂ ആണ് B7000 എന്ന് പറയുന്ന ഈ ഗ്ലൂ ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാനിത് ഈ ഷീറ്റിലെ ഇത് ഒട്ടിക്കാൻ വേണ്ടി മാത്രമേ ഞാനത് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നത് ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ. അതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ, കാരണം നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ. ഇത് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും, അത് വെച്ചിരുന്നാൽ പറ്റും. നമുക്കിപ്പോൾ അത് ഉണങ്ങുന്ന വരെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ
ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ത്രെഡ്, ഇതാ ത്രെഡ് കടയിൽ, എല്ലാ കടയിലും കിട്ടും, ഈ ലേഡി സെൻറ്ററിലൊക്കെ കിട്ടും. ഇത് മുല്ലപ്പൂ കെട്ടുന്ന നൂല്. ഇത് കടയിൽ ചെല്ലുമ്പോൾ മുല്ലപ്പൂ കെട്ടുന്ന നൂലെന്ന് പറഞ്ഞാൽ അവർ തരുന്ന ഇതല്ല കേട്ടോ, ഇതിലും കുറച്ചുകൂടെ കട്ടി കുറഞ്ഞൊരു നൂലാണ്. പക്ഷേ ഞാൻ ഇത്രയും കട്ടിയുള്ള ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഇതാ നല്ലതായിട്ട് തോന്നിയത്. അങ്ങനെ പെട്ടെന്ന് പൊട്ടത്തൊന്നുമില്ല. മറ്റേ നൂല് നമ്മൾ ഇങ്ങനെ വെച്ചൊന്ന് വലിച്ചു നോക്കുമ്പോൾ പൊട്ടിപ്പോരും. അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് കെട്ടുന്നത്. ഇത് മിക്ക ഷോപ്പിലും ഉണ്ട്. ഞാനിവിടെ അടുത്തുള്ളൊരു ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായത്. 15 രൂപയോ അത്ര ഏതാണ്ടേ ഉള്ളൂ ഇതിന്. പിന്നെ ഗമ്മിൻ്റെ ഗ്ലൂവിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഗ്ലൂവിന് പല വിലയാണ് കേട്ടോ. ഇത് ഞാൻ മോട്ടിയിൽ ഇതിന് 68 രൂപയായിരുന്നു ഇത്രയും വലിയ ബൈക്കിന്. പുറത്ത് ഷോപ്പിൽ നിന്ന് 99 രൂപയായിരുന്നു. പിന്നെ ബ്രോഡ്വേയിൽ ഇതിന് 80 രൂപയായിരുന്നു. അതുകൊണ്ട് പല പ്രൈസാണ് ഇതിന് വരുന്നത് കേട്ടോ. ഓൺലൈൻ ഞാൻ നോക്കിയില്ല. ഇപ്പം ഞാനിത് വലിയതായിട്ട് വാങ്ങിക്കാത്ത മറ്റേ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂവാണ് വാങ്ങിക്കുന്നത്. അത് ഒരെണ്ണത്തിന് എൻ്റെ കയ്യിലിരിക്കുന്ന ഗണ്ണിന് ചെറിയ ഇതാണ് വേണ്ടത്. അപ്പോൾ അതിന് ഒരെണ്ണത്തിന് 10 രൂപ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ എൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. ഇതൊരു വഴിയായിട്ടിരിക്കും. അത് ഇതെല്ലാം ഒട്ടിപ്പിടിച്ച് നല്ല രീതിയിൽ ഞാനിതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്ലൂ വരുന്ന ഇതാണ് കേട്ടോ, ചെറിയത്, വണ്ണം കുറഞ്ഞ സാധനം. ഇതിന് ഒരെണ്ണത്തിന് 10 രൂപയാവും. എന്നാലും ഇതാവുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഒട്ടിക്കോളും. നമ്മളത് പിടിച്ചുകൊണ്ടിരിക്കുകയോ ഊതുമൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് അങ്ങോട്ട് ഇടാം. അപ്പം ഞാനതാ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. അതാ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ എല്ലാം ഇരിപ്പില്ല. ഞാൻ രാവിലെ ഒരെണ്ണം അയച്ചതേ ഉള്ളൂ. ഇനി എൻ്റെ കയ്യിൽ തിക്കായിട്ടുള്ളൊരു സ്ട്രിങ് ആയിരിക്കുന്നത്. ഇത് ഒരാൾ എന്നോട് പറഞ്ഞ് ചെയ്യിച്ചതാണ്. ഇത് നോക്കുക, തിക്ക്, ഒരു ശകലം സ്പേസ് ഇല്ലാതെ നല്ല തിക്കായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. ഇത് ആളെൻ്റെ കയ്യിൽ നിന്ന് ഒരു 3ാമത്തെ തവണയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിത് 650ക്കാണ് കൊടുത്തത്. ഇല്ലെങ്കിൽ ഇത്രയും തിക്ക് ഞാൻ 700-ലാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കാണിക്കാനില്ല സത്യം പറഞ്ഞാൽ, എല്ലാം കൊടുത്തു. അപ്പം അതിന് താഴെയുള്ളത് നോർമൽ സ്ട്രിങ്ങിന് ഞാൻ 650. പിന്നെ 5 പെറ്റലിന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നല്ലോ. 5 പെറ്റലിൻ്റെ ഫ്ലവർ ഇങ്ങനെയാണ് വരുന്നത്. ഒറ്റ പോല് വന്ന് ഞാൻ കാണിച്ചതായിരുന്നു. ഈ 5 പെറ്റലിൻ്റെ സ്ട്രിങ്ങിന് 550. 10 പെറ്റലിൻ്റെ സ്ട്രിങ്, അതായത് ഇത് ഇങ്ങനെ ഫ്ലവർ വരുന്നത് കാണാവോ? ഇങ്ങനെ നല്ല ഫ്ലവർ വരുന്നത് 650ക്കും. അങ്ങനെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ഈ 2 ടൈപ്പ് സ്ട്രിങ് ഞാൻ കൊടുക്കുന്നുള്ളൂ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും ഈ 10 പെറ്റലും 5 പെറ്റലും ഒക്കെ കൊടുക്കുന്നത് നല്ല റേറ്റിനാണ് കേട്ടോ. എല്ലാവരും 700 above ആണ്. അപ്പോൾ എന്നോട് വന്ന് വാങ്ങിച്ച കസ്റ്റമർ തന്നെ എന്നോട് പറഞ്ഞത് 1300-നൊക്കെയാണ്, പിന്നെ 999-ഒക്കെ അവർ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയും പ്രൈസിൽ കൊടുക്കരുതെന്ന് എന്നോട് സത്യം പറഞ്ഞാൽ പറഞ്ഞത് കേട്ടോ. ഞാൻ എന്നാലും 650ക്കാണ് കൊടുക്കുന്നത്. അതിൽ കൂട്ടിയിട്ടില്ല, ഞാൻ ഇതുവരെയും കൂട്ടിയിട്ടില്ല. നല്ല പണിയുണ്ട്, അറിയാമല്ലോ എല്ലാവർക്കും. എന്നാലും ഞാൻ ആ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ കുട്ടികളുടെ അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടാക്കിയതിരിപ്പില്ല. ഓർഡർ ഉണ്ട്, ഉണ്ടാക്കണം. സാധനം തീർന്നു, എൻ്റെ ഷീറ്റ് തീർന്നു. ഇന്ന് പോയി എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. പിന്നെ എനിക്ക് നാളത്തേക്ക് ഒരു 15 മുഴം ഉണ്ട്. അതൊക്കെ ചെയ്യണ സാധനം തീർന്നു. ഇനി വാങ്ങിച്ചിട്ട് വന്നിട്ട് വേണം ഉണ്ടാക്കാൻ. അതുണ്ടാക്കുന്ന ഒരു ദിവസം ഞാൻ കാണിക്കാൻ കേട്ടോ. പിന്നെ ഇത് മൂൺ ഷേപ്പിൽ വരുന്ന ഒരു ക്ലിപ്പാണ്. ഇത് നോക്കുക, ക്ലിപ്പ് ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുല്ലപ്പൂ വെച്ചിരിക്കുന്ന പോലെ തന്നെ തോന്നും. അങ്ങനത്തെ ഒരു സാധനം. ഇത് ഞാൻ കൊടുക്കുന്നത് 250ക്കാണ്. പിന്നെ ഇത് വട്ടത്തിലൊരു ക്ലിപ്പ് പോലെ, പിള്ളേർക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാൻ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. അതിൽ സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 199 ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അതും കൂടി കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇത് വാക്സ് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഷീറ്റാണ്. ഇതിൻ്റെ ശരിക്കുമുള്ള പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. യൂട്യൂബിലൊരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ വാക്സ് സ്ട്രിപ്പ് എന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് അങ്ങനെ തന്നെ ചോദിച്ചത്. അപ്പോൾ അവരും എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നതെന്നേ പറഞ്ഞുള്ളൂ. കറക്റ്റ് പേര് അവർക്കും അറിയത്തില്ലായിരിക്കും. ഇതാണ് സാധനം, കണ്ടോ. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. ഇത് വെച്ചിട്ടാണ് ക്ലിപ്പൊക്കെ ചെയ്യുന്നത്. ക്ലിപ്പും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചത് അത് ആദ്യം ഞാൻ മൂട്ടിയിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. പിന്നെ ഞാൻ അന്ന് ബ്രോഡ്വേ പോയപ്പോൾ എല്ലാം വാങ്ങിച്ചു കേട്ടോ. ഇത് റാ ഉണ്ടോ, ഈ ഒരു റായ്ക്ക് ഇതിൽ സിൽക്കിൻ്റെ ഒരിത് വരുന്നത്. ഇത് 7 രൂപയ്ക്കാണ്. ഹോൾസെയിലായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഇത് 7 രൂപയ്ക്കാണ്. ഇല്ലെങ്കിൽ 15-25 രൂപയൊക്കെ ആവും കേട്ടോ. ഞാനത് ഹോൾസെയിലായിട്ട് ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ തേക്ക് കിട്ടും. ഇതും പാക്കറ്റായിട്ടാണ് വാങ്ങിച്ചത്. ഇങ്ങനെ ഇരിക്കും.
ഇതിങ്ങനെ പിള്ളേരുടെ ഒക്കെ തലയിൽ വയ്ക്കുമല്ലോ, ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കും അവസാനം. ഇതിൻ്റെ മേലെയാണ് ഞാൻ ആ റൗണ്ടിൽ ക്ലിപ്പ് ചെയ്യുന്നത്. അത് ചെയ്തതില്ല, അത് പൂ മാത്രം വെച്ചതേ ഉള്ളൂ. കാണിച്ചു തരാം. ഇതിങ്ങനെ വരും. അപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ കുത്തിയാൽ മതി. ഇതെനിക്ക് 10 എണ്ണം ഒരാൾ വാങ്ങിച്ചായിരുന്നു പുറത്തേക്ക്, ഓസ്ട്രേലിയയിലേക്ക്. ഇത് ഈ സാധനം. ഇതിനെല്ലാം ഒരു പാക്കറ്റ് 120 രൂപ കേട്ടോ. ഇത്ര ഉണ്ട്, 100 എണ്ണാണ്ടാണെന്ന് തോന്നുന്നു. 120 രൂപ. പിന്നെ ഈ ക്ലിപ്പ് വെച്ചിട്ടാണ് മറ്റേ മൂൺ ഷേപ്പിൻ്റെ ഞാൻ കാണിച്ചില്ല ഇത്. ഇതിനും ഒരു പീസ് എനിക്കറിയില്ല, 12 പീസിന് 120 രൂപ. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 12 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഈ ഷീറ്റ് കട്ട് ചെയ്ത് ഇതിൻ്റെ മേളിൽ ഒട്ടിക്കും. ഈ ഷീറ്റ് ഇത്രയൊക്കെ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മേലെ പൂ വെച്ചിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ തലയിൽ കുത്തിയിരിക്കുന്ന അങ്ങനത്തെ ഇതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് കാണിച്ചത്. കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. കണ്ടോ, അത് കണ്ടോ, അത് ഫുള്ളായിട്ട് നമുക്ക് എടുത്തിട്ടിടാം, ഇങ്ങനെയും വെച്ചിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയതാണ്. അതെനിക്ക് ആരും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. എനിക്ക് മെയിനായിട്ട് റായും മറ്റേ റൗണ്ട് ക്ലിപ്പും നല്ല പോലെ പോകുന്നുണ്ട്. ഒത്തിരി പേര് എന്നോട് വാങ്ങിച്ചു. മൂൺ ഷേപ്പിന് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയതേ ഉള്ളൂ. അത് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു പേജിൽ ഇട്ടേക്കുന്ന കണ്ടപ്പം ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയത് കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഈ സാധനം ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചതുണ്ടോ, ഇത് ഞാൻ മോട്ടിയിൽ നിന്ന് വാങ്ങിച്ചാൽ. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വെക്കാം, ക്ലിപ്പൊന്നും ചെയ്യേണ്ടത്. ഇങ്ങനെ തലയുടെ ഇവിടെ ആണെങ്കിലും ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഫ്ലവർ സെറ്റ് ചെയ്ത് ഒരെണ്ണം ഞാൻ ചുമ്മാ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല, ഒറ്റ ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. ഇതിനാണ്ട് 5 or 6 രൂപ കണ്ടേ ഉള്ളൂ. അത്ര ഏതാണ്ട് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഞാൻ സെയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ. വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്നത് 10 പെറ്റലിൻ്റെത് 650, 5 പെറ്റൽ വരുമ്പോൾ 550, പിന്നെ റൗണ്ട് ക്ലിപ്പിന് 199, മൂൺ ഷേപ്പിന് 250, റായ്ക്ക് വന്നിട്ട് 200. ഇത്രയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്കിനിയും കാണാം.